പറവൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. 2 ദിവസങ്ങളിലായി കടിയേറ്റത് 10-ലേറെ പേർക്കാണ്. പറവൂർ നഗരസഭാ പരിധിയിൽ തെരുവുനായ്ക്കളുടെ വന്ധീകരണം നടപ്പാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഏഴിക്കര, പെരുവാരം, കിഴക്കേപ്രം മേഖലയിലാണ് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ 2 ദിവസങ്ങളിലായി കടിയേറ്റത് 10-ലേറെ പേർക്കാണ്. ഭൂരിഭാഗം ആളുകൾക്കും കാലിനാണ് കടിയേറ്റിരിക്കുന്നത്. വന്നപ്പോ പട്ടി പുറകിൽ വന്ന് നിന്നപ്പോ എനിക്ക് സംശയം. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഇത് നിൽക്കുന്ന അവിടെ. അപ്പൊ ഞാൻ കൊട ഇങ്ങനെ വീശി കാണിച്ചിട്ട് അത് പോയില്ല. അത് ഒറ്റ അടിച്ചിട്ട് വിടുന്നു. പിന്നെ ഈ കൊട വെച്ച് ഞാൻ 2-3 അടി അടിച്ചു. 3-ാമത്തെ അടിക്ക് അത് വിട്ടുപോയി. അതുവരെ കടിച്ചു പിടിച്ചതായിരുന്നു. 4 മണിയപ്പോ ഇങ്ങനെ സ്ഥലത്ത് പട്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു പണിതീരാത്ത വീടാണ്. അപ്പൊ ഞാൻ ചെന്നത് പട്ടി അകത്ത് കിടപ്പുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇത് വന്നാണ്ട്. അപ്പൊ എൻ്റെ ഒരു ചെറിയ വടിയായിരുന്നു. ഞാൻ വടിക്ക് അടിച്ച് വടി ഒടിഞ്ഞു പോയി. അങ്ങനെ അപ്പൊ തന്നെ ചാടി കടിക്കായിരുന്നു. അപ്പൊ തന്നെ ഇവനും ഉണ്ടായിരുന്നു. ഇവനൊരു വടി അടിച്ച് അപ്പൊ തന്നെ അമർത്തി പിടിച്ച് കയറിട്ട് കൂട്ടി അത് കെട്ടിയിട്ട് പിന്നെ 10 നിമിഷം എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് പറഞ്ഞ് പട്ടി പിന്നെ അവിടെ നിന്ന് ഓടിയിരുന്നു. പിന്നെ അവിടെ കെട്ടിയിട്ട് ഇന്ന് രാവിലെ ചത്തെന്ന് പറഞ്ഞത്. ഒരാഴ്ച മുൻപ് ഗോത്തുരുത്ത് സ്വദേശിയായ ഹാഷിം എന്ന വിദ്യാർത്ഥിയെ 6 തെരുവുനായ്ക്കൾ കൂട്ടമായി ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഭയന്ന് സൈക്കിളിൽ നിന്ന് വീണ് കൈക്കും കാലിനും പരിക്കേറ്റിരുന്നു. പറവൂർ നഗരസഭാ പരിധിയിലാണ് കൂടുതൽ പേർക്കും കടിയേറ്റിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ വന്ധീകരണം നടപ്പാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നഗരസഭയുടെ അധികൃതരായിട്ടെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് അനുകൂലമായിട്ട് യാതൊരു സഹായങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ചു. പക്ഷെ അവിടുത്തെ ഡോക്ടർ മറ്റ് സ്റ്റാഫുകളും നമുക്ക് അനുകൂലമായിട്ട് യാതൊരു സഹായങ്ങളും ചെയ്തു തന്നില്ല. ഈ ചേട്ടന്മാരുണ്ടായത് കൊണ്ടാണ് നമുക്കിത് ഈ പ്രശ്നം ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റിയത്. പക്ഷെ ഇപ്പോ വേറൊരു പ്രതിസന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 13-ാം വാർഡിൽ ഇന്ന് 2 പേർക്ക് വീണ്ടും കടിയേറ്റിട്ടുണ്ട്. അത് വേറൊരു നായിന്നാണ്. ഇത് എത്ര പട്ടികളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പേയുള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല. പറവൂർ നഗരസഭയിലെ വന്ധീകരണം എന്നുള്ള, അതായത് നായകൾക്ക് വന്ധീകരണം എന്നുള്ള ഒരു പ്രക്രിയ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. വളരെ മോശം രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. കടിയേറ്റവരിൽ കൂടുതൽ പേരും പറവൂർ ഗവൺമെന്റ് ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായി ചികിത്സയിലാണ്. ഇന്നലെ രാവിലെ 4:30 ഇറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയ അപ്പൊ പുറകെ കൂടി വന്നപ്പോ ഒറ്റ കൊടുത്തു ഈ പട്ടി വെള്ളക്കുടത്തേക്ക് അടിച്ച് തെറിപ്പിച്ച്. ചോരയുടെ കൈലാസം വരും. പിന്നെ അങ്ങനെ ഗവൺമെന്റ് ആശുപത്രി പോയി. പിന്നെ ഹോസ്പിറ്റലിൽ. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.